കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇവിടെ ഈ പേർ വിളിച്ചത് ഹാഗറാണ്. ഹാഗറിനെ കുറിച്ച് നാം നോക്കുമ്പോൾ, അബ്രഹാമിനും സാറയ്ക്കും വയസ്സായിട്ട് മക്കളില്ലാതിരുന്നു. അപ്പോൾ ദൈവം മക്കളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും സാറായിക്ക് തോന്നി തൻ്റെ ജോലിക്കാരിയായ അടിമപ്പെണ്ണായ ഹാഗറിൽ കൂടെ ഒരു സന്തതി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹാഗറിനെ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അങ്ങനെ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ തൻ്റെ യജമാനത്തിയായ സാറയെ അവൾ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ സാറയ്ക്ക് ഭയങ്കര വിഷമം തോന്നി. തൻ്റെ ഭർത്താവിനോട് പരാതി പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, നീ അവൾ നിനക്കിഷ്ടമുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാറ വന്ന് തൻ്റെ അടിമപ്പെണ്ണിനെ കുറേ കഠിനമായി നടത്തി. തൻ്റെ ജോലിഭാരവും ആ ഒരു പ്രയാസം സഹിക്കാനാവാതെ ഹാഗർ വീട് വിട്ടിറങ്ങി അവിടെ പറയുന്ന മരുഭൂമിയിൽ ഒരു തുറവിനരികെ ഒരു ദൈവദൂതൻ അവളെ സന്ദർശിച്ചു. സൂര്യന് പോകുന്ന വഴിയിൽ തുറവിൻ്റെ അരികെ വെച്ച് അവളെ കണ്ടിട്ട് അവിടെ ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം വരുന്നതും പോകുന്നതും ഇരിക്കുന്നതും എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യഹോവ ഉണ്ടെന്ന് നാം മറന്നു കളയരുത്. നമ്മുടെ വിഷമഘട്ടത്തായാലും, നാം വീട് വിട്ട് പോകേണ്ടി വന്നാലും, അല്ലെങ്കിൽ നാം ഒരു കോളേജിൽ പോയാലും, സ്കൂളിൽ പോയാലും, ഓഫീസിൽ പോയാലും, വീട്ടിൽ തന്നെ ഇരുന്നാലും നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം മറന്നു കളയരുത്. ഇപ്പോൾ ഒരു സൂര്യന് പോകുന്ന വഴിയിൽ ആ ഒരു നീരിറവിൻ്റെ അടുക്കൽ വെച്ച് ഹാഗറിനെ കണ്ടിട്ട്, നീ എവിടെ നിന്ന് വരുന്നു, എവിടെ പോകുന്നു? ദൂതൻ പറയാന്ന്, വേറെ സാറയുടെ ദാസിയായ ഹാഗറെ എന്ന് വിളിച്ചു. അപ്പോൾ സാറയുടെ ദാസി എന്നുള്ള ആ ഒരു പേര് കൂടെ വിളിച്ചു. അപ്പോൾ നമ്മുടെ പേര്, നാം ആയിരിക്കുന്ന ആ ഒരു ജോലി എല്ലാം കർത്താവിന് അറിയാൻ സാധിക്കും. അപ്പോഴവൾ പറയാണ്, ദൈവദൂതൻ പറയാണ്, നീ തിരികെ ചെന്ന് നിൻ്റെ യജമാനത്തിക്ക് കീഴ്പ്പെട്ടിരിക്കുക. കാര്യമെന്ന് വെച്ചാൽ, ഞാൻ നിൻ്റെ വയറ്റിൽ നിന്ന് പിറക്കുന്നത് ഒരു ആൺകുഞ്ഞായിരിക്കും. അവനെ ഞാൻ വലിയൊരു ജാതിയാക്കും. അവന് ഇസ്മായേൽ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്മായേൽ എന്ന് പേരിടണമെന്ന് വരെ അന്ന് ഗർഭിണിയായിരുന്നപ്പോൾ അവിടെ വെച്ച് പറഞ്ഞ് തിരിച്ച് തൻ്റെ യജമാനൻ്റെ വീട്ടിലേക്ക് ഹാഗറിനെ ദൂതൻ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇവനൊരു വലിയ ജാതിയാകുമെന്നെല്ലാം അവനെ വിട്ട് പറഞ്ഞതിന് ശേഷം ഹാഗർ ദൈവത്തിനെ കണ്ട കാര്യം പറയുകയാണ്, എന്നെ കാണുന്നവനെ ഞാനും കണ്ടു എന്ന് പേർ വിളിച്ച്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മെ കാണുന്ന കർത്താവ് നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ കണ്ണുനീരുകൾ, നമ്മുടെ ഒറ്റപ്പെടുത്തലുകൾ, നമ്മുടെ തുരത്തപ്പെടുത്തലുകൾ എല്ലാം കർത്താവിനറിയാം. ആയതുകൊണ്ട് നിങ്ങൾ ആയിരിക്കുന്ന ആ ഒരു സ്ഥാനത്തിലിരുന്നു കൊണ്ട് ഓടിപ്പോകുവാൻ, അല്ലെങ്കിൽ ദൈവസന്നിധിയെ വിട്ടു പോകുവാൻ, അല്ലെങ്കിൽ ചർച്ച ആരാധനകൾ മടക്കി ഇനി ഞാൻ എന്തിനു ആരാധിക്കണമെന്ന് വീട്ടിൽ മടിച്ചു പോയിരിക്കാതെ, ദൈവസന്നിധിയിൽ നാം എത്രത്തോളം ആദ്യം അണഞ്ഞിരുന്നുവോ അതിനേക്കാളും അധികം അണഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കർത്താവ് വരുത്തരും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, താൻ ഉപദ്രവിക്കപ്പെട്ട നിമിത്തം, തന്നെ തനിച്ചാക്കിയപ്പെട്ടവൻ നിമിത്തം കർത്താവെ, ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി കരുതുന്നില്ല എന്ന് വിചാരിച്ച് കരഞ്ഞ് തളർന്നു പോയി ഒറ്റപ്പെട്ടിരിക്കുന്ന നിൻ്റെ മക്കളുടെ കണ്ണുനീരിൻ്റെ അവസ്ഥകളെ നീ കണ്ട് ഈ ദിവസത്ത് ഇവർ എന്തിലേക്ക് വേണ്ടി മനം നൊന്തു പോയിരിക്കുന്നുവോ, ഹാഗറിന് വെളിപ്പെട്ട് ഹാഗറിനൊരു അനുഗ്രഹം കൊടുത്തതുപോലെ കർത്താവെ, ഇവരെയും ഇവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ നീ ശക്തനാണെന്ന് ഇവർ അറിയുവാൻ തക്കവണ്ണം കർത്താവെ, നീ ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഇവർ തിരിച്ചറിവാൻ തക്കവണ്ണം ഈ രാത്രിയാമത്തിൽ കർത്താവ് ഒരു ദർശനമോ സ്വപ്നമോ കൊടുത്ത് നിൻ്റെ മക്കളെ സമാധാനപ്പെടുത്തി തൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവും വരുത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.